ആലപ്പുഴ തീരദേശപാത വഴിയുള്ള ട്രെയിൻ യാത്രക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ മെമു ട്രെയിനുകളിൽ 12 അധിക കോച്ചുകളുടെ റേക്ക് അനുവദിച്ച് റെയിൽവേ ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. തീരദേശപാത വഴി സഞ്ചരിക്കുന്ന 3 മെമു ട്രെയിനുകളിൽ 4 കോച്ചുകൾ വീതം ഉൾപ്പെടുത്താനാണ് തീരുമാനമെന്നും നരകയാത്രയിൽ വലയുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായ നടപടിയാണിതെന്നും എം.പി. പറഞ്ഞു. ആലപ്പുഴ തീരദേശപാത വഴിയുള്ള ട്രെയിൻ യാത്രക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ മെമു ട്രെയിനുകളിൽ 12 അധിക കോച്ചുകളുടെ റേക്ക് അനുവദിച്ചുകൊണ്ട് റെയിൽവേ ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. കഴിഞ്ഞ നിരവധി മാസങ്ങളിലായി റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിൽ ഉന്നയിച്ചു വന്നിരുന്ന ഒരു പ്രശ്നത്തിനു കൂടി പരിഹാരമാവുകയാണെന്നും എം.പി. പറഞ്ഞു. തീരദേശപാത വഴി സഞ്ചരിക്കുന്ന 3 മെമു ട്രെയിനുകളിൽ 4 കോച്ചുകൾ വീതം ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഇതോടെ ഈ മെമു ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 12-ൽ നിന്നും 16 ഉയരുമെന്നും എം.പി. പറഞ്ഞു. രാവിലെ 7:25 യാത്രക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്ന ആലപ്പുഴ എറണാകുളം മെമുവിൽ ഉൾപ്പെടെ ഈ പാതയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന അനിയന്ത്രിതമായ തിരക്കിന് ഈ കോച്ച് വർധനയിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം.പി. പറഞ്ഞു. നിരവധി തവണ ഈ വിഷയം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെയും റെയിൽവേ ബോർഡ് ചെയർമാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പാർലമെന്റിലടക്കം ഉന്നയിക്കുകയും ചെയ്തു. നിരവധി മാസങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായാണ് തീരദേശ യാത്രക്കാർക്ക് അനുകൂലമായ തീരുമാനം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീരദേശപാത വഴിയുള്ള ട്രെയിൻ യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടരുമെന്നും തീരദേശ റെയിൽപാതയുടെ വികസനത്തിന് കൂടുതൽ മുൻഗണന നൽകുമെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന മെമുവിന്റെ റേക്ക് നിർമ്മാണം രാജ്യത്ത് പരിമിതമാണ്. ഇതിനാൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നും റേക്കുകൾ മുൻഗണനാക്രമത്തിൽ കേരളത്തിൽ തിരുവനന്തപുരം ഡിവിഷന് അനുവദിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. തീരദേശപാതയായ ആലപ്പുഴ റൂട്ടിലെ യാത്രാ ദുരിതവും മെമുവിൽ മതിയായ കോച്ചുകളില്ലാത്തതും ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചതെന്നും ഈ വിവരം റെയിൽവേ മന്ത്രിയും റെയിൽവേ ബോർഡ് ചെയർമാനുമായി നടത്തിയ ചർച്ചയിലുടനീളം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.